സ്പെഷ്യലായിട്ട് 2 ദിവസം വെച്ചാലും ഒട്ടും സോഫ്റ്റ്നെസ് ഒന്നും കുറയാതെ അതിൻ്റെ അരിവശമൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇൻസ്റ്റൻ്റാന്ന് വിചാരിച്ചിട്ട് നാടൻ രുചിക്ക് ഒരു കുഴപ്പമില്ല, നല്ല നാടൻ രുചിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അത് 1 കപ്പ് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ റവ അത് ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതായാലൊന്നും കുഴപ്പമില്ല കേട്ടോ റവ. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 300 ഗ്രാം ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽട്ടാക്കി എടുക്കാം. എന്നിട്ട് ആ തിളച്ച ശർക്കര പാനി ഈ ഒരു പൊടിയിലേക്ക് ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഉടനെ തന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ, നല്ല ഒന്നും കൂടെ തിക്കായിട്ട് വരും. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ചേഞ്ച് ആവും. അപ്പോൾ ആദ്യം 1/2 കപ്പ് എന്തായാലും എടുത്തോളൂ, പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മാവ് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പഴം വേണം. പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അതാണ് സാധാരണ എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ റോബസ്റ്റ പഴം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിട്ടിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം, നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 കപ്പോൻ്റെ അടുത്ത് അല്ലെങ്കിൽ 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. നെയ്യപ്പത്തിൻ്റെലേറെ കുറച്ച് ലൂസാവണം, എന്നാൽ കലത്തപ്പത്തിൻ്റെ മാവിലേറെ കുറച്ചുകൂടെ ടൈറ്റും ആണ്. ആ രീതിയിൽ വേണം നമുക്ക് ഇതിൻ്റെ മാവിൻ്റെ ലൂസ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഒരുപാട് ലൂസായി പോയാൽ നമ്മൾ മാവ് ഒരു കുഴിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതങ്ങ് പരന്നു പോകും, ഒരുപാട് എണ്ണ കുടിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ടൈറ്റായി പോയാൽ അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് മാവ് ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുത്താട്ടോ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചുട്ടെടുക്കാൻ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലും നല്ല ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും ആ ബേക്കിംഗ് സോഡയ്ക്ക് എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വില കൂടിയ സാഹചര്യത്തിൽ നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുഴിയിലേക്ക് അതിൽ മുങ്ങി നന്നായിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, 1/4 ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കോരി ഒഴിക്കുന്ന സമയത്തേക്ക് ആ ഒരു കുഴിയിൽ നിന്ന് ഉണ്ണിയപ്പം പൊങ്ങിയിട്ട് പുറത്തേക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് ശരിക്കും മറിച്ചിട്ട് കൊടുക്കാനും ഒന്നും പറ്റില്ല. 1/4 ഭാഗം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സൈഡും ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റും കേട്ടോ. ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റുമാണ്. 2-3 ദിവസം വെച്ചാലൊന്നും ഇത് സോഫ്റ്റ്നെസ് കുറയില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.